ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MBയെ പോലീസ് തല്ലിയ അല്ലെങ്കിൽ പോലീസ് ബോധപൂർവം തലയ്ക്കടിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തും അടിച്ച് മൂക്കിന് പരിക്കേൽപ്പിച്ച വിഷയം ഇന്ന് രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ കേരളം ചർച്ച ചെയ്യുകയാണ്. ഷാഫി പറമ്പിലിനെതിരെയുള്ള ഈ ആക്രമണം ഷാഫി എന്ന യുവ നേതാവിനെ CPM ഭയപ്പെടുന്നു എന്നാണോ? അതെ, അങ്ങനെ തന്നെയാണ് അവരുടെ മുതിർന്ന നേതാവ്, കോഴിക്കോടത്തെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. അത് തന്നെയാണ് കേരള സമൂഹത്തിനും ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ KK ശൈലജ എന്ന CPMന്റെ ജനപ്രിയ മുഖത്തിനെതിരെ മത്സരിക്കാനായി വടകരയിൽ കൊണ്ടുവരുന്നത്. വടകരയിൽ ഷാഫി മത്സരിക്കുന്നു. ഷാഫി മത്സരിക്കുമ്പോൾ തന്നെ കാഫിർ പ്രയോഗമൊക്കെ ഉയർന്നു വന്നതാണ്. അതൊക്കെ തന്നെ CPM സ്ഥാനാർത്ഥിക്ക് എതിരെ തിരിയുന്ന രീതിയിലേക്ക് പോയി. CPMന്റെ അധ്യാപക സംഘടനയുടെ ഒരു നേതാവിൻ്റെ മൊബൈലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രയോഗമൊക്കെ എന്ന വാർത്ത വന്നിരുന്നു. അപ്പോൾ നാം പറയുന്നത്, ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ എന്തുകൊണ്ട് CPM ഭയപ്പെടുന്നു? ലക്ഷക്കണക്കിന് വോട്ടിനാണ് വടകരയിൽ നിന്ന് ഷാഫി വിജയിച്ചത്. ഷാഫി എന്ന മുഖത്തെ യൂത്ത് കോൺഗ്രസിനോ അല്ലെങ്കിൽ KSUക്കാർക്കോ മാത്രമല്ല ഇഷ്ടം, കേരളത്തിലെ മറ്റ് എല്ലാ രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കുന്ന എല്ലാവർക്കും ഷാഫിയെ ഇഷ്ടമാണ്. അത് CPMനെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭരണം തീരാൻ ഇനി മാസങ്ങൾ മാത്രമുള്ളപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് ഇത്തരത്തിൽ കോൺഗ്രസിലെ ജനപ്രിയ മുഖങ്ങൾക്കെതിരെ പോലീസിനെ അഴിഞ്ഞാടാൻ അവസരം കൊടുക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാർ അറിഞ്ഞുകൊണ്ട് ചെന്ന് കൂപ്പുകുത്തി വീഴുകയാണോ എന്നൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതായത് ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഇത്തരത്തിൽ ഷാഫിയെ തല്ലാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഷാഫിയെ അല്ലെങ്കിൽ പോട്ടെ ജനക്കൂട്ടത്തെ തല്ലാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ടിയർ ഗ്യാസ് പൊട്ടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരിക്കുന്ന അവസരത്തിലാണ് പോലീസ് നിരുപാധികം, അതായത് ഒരു DYSPയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംഘർഷത്തിൻ്റെ കാര്യങ്ങൾക്കിടയിൽ വരികയും, അതായത് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും ഷാഫി പറമ്പിലും അവർക്ക് പേരമ്പ്രയിൽ തന്നെയില്ല അവരുടെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ഒരു നേതൃ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി തിരിക്കുകയായിരുന്ന അവർ അതിന് ഈ ബഹളം അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ ഈ ബഹളം കോംപ്രമൈസ് ചെയ്യാനായി ഷാഫി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് പോലീസ് അദ്ദേഹത്തിനെ തലക്കടിക്കുന്നതും അദ്ദേഹത്തിന്റെ മൂക്കിന് പരിക്കേൽക്കുന്നതും. എന്നാൽ അത്തരത്തിൽ ഒരു അടി പോലീസ് അടിച്ചിട്ടില്ല എന്ന പച്ചക്കള്ളമാണ് DYSP പറയുന്നത്. ഈ തല്ലിയ പോലീസിനെ ഷാഫി കണ്ടെന്ന് പറയുന്നു. DYSP തന്നെ ഈ പോലീസിനെ അവിടെ നിന്ന് മാറ്റുന്നു. അപ്പോൾ എന്നാൽ ഷാഫി വന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ജനക്കൂട്ടത്തിന് ടിയർ ഗ്യാസ് ഒന്നും തന്നെ പ്രയോഗിക്കാതെ നിലയ്ക്ക് നിർത്താനുള്ള ഒരു സാഹചര്യം പോലീസിന് അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലീസിന് അതിന് മുതിരാതെ ടിയർ ഗ്യാസ് പൊട്ടിക്കുന്നു, ബോധപൂർവം ഒരു സംഘർഷ അന്തരീക്ഷം ഉണ്ടാക്കുന്നു, ഷാഫിയെ തല്ലുന്നു. ഷാഫിക്കെതിരെ ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത് ആദ്യമായിട്ടല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്നാണ് കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ളത്. CPM എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസിലെ ഈ യുവമുഖത്തെ ജനപ്രീതിയുള്ള ഷാഫിയുടെ ജനപ്രീതിയെ CPM വല്ലാതെ കണ്ട് പേടിക്കുന്നു. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഇത്തരത്തിൽ ഷാഫിയെ പോലൊരു മുഖത്തെ കോൺഗ്രസ് മുന്നിൽ കാണിക്കുമ്പോൾ CPM വളരെ അഹങ്കാരത്തോടെ തങ്ങളുടെ സീറ്റുകൾ എന്ന് പറയുന്ന കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ഇടങ്ങളിൽ ഒരു വൻ ഇടിവ് അവർക്കത് അവരുടെ സ്ഥാനാർത്ഥികൾ ഇനി ആരൊക്കെ മത്സരിച്ചാലും ഷാഫിയെ കോൺഗ്രസ് അവിടെ നിർത്തി പ്രചരണത്തിന് ഇറങ്ങുകയാണെങ്കിൽ CPMന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭരണത്തിലേറിയ ശേഷമുള്ള പോലീസ് തേർവാഴ്ച തുടങ്ങി ഇപ്പൊ ശബരിമല വിഷയം ഒക്കെ തന്നെ വൻ അവമതിപ്പുണ്ടാകും. ഷാഫിയെ ഏതു തരത്തിൽ ഇത്തരത്തിൽ ആക്രമിക്കുക എന്നുള്ളത് ഭരണത്തിലിരിക്കുന്ന പാർട്ടി CPMന്റെ അജണ്ടയാണ് പോലീസ് നടപ്പാക്കിയത് എന്ന് കേരള സമൂഹം വിശ്വസിക്കുന്നു, കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നു. ഏതായാലും 1970കളിൽ ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് അന്ന് യുവമുഖങ്ങളായി വന്നിരുന്ന നിരവധി നേതാക്കളെ ഇത്തരത്തിൽ കടന്നാക്രമിക്കുന്ന ഒരു ശൈലി CPMനുണ്ടായിരുന്നു.
ആ ശൈലി CPM ഇവിടെ പ്രാവർത്തികമാക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ എന്ന് അവരുടെ നാളിതുവരെ അനുവർത്തിച്ചു വന്ന ഒരു രീതി ഇത്തരത്തിൽ ഉയർന്നു വരുന്ന നേതാക്കളെ, യുവ നേതാക്കളെ പറഞ്ഞ് ആക്ഷേപിക്കുക, സ്ത്രീ വിഷയങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെയുള്ള അവരുടെ ആ ഒരു രീതി ഇവിടെ ആരംഭിക്കുന്നു. ഇവിടെ ഷാഫിയെ ശാരീരികമായി മർദ്ദിക്കുകയും അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ CPM അദ്ദേഹത്തിന്റെ ജനപ്രീതിയിൽ വിരളി പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത്.